ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിലേക്ക് പച്ചക്കായ, മുരിങ്ങക്കായ, പിന്നെ ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ചേന, ബീൻസ് എന്നിവയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യണം. അതിനുശേഷം നമ്മൾ കടായി അടുപ്പത്ത് വെച്ചിട്ട് എന്തായാലും പച്ചവെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചക്കറികളൊക്കെ അതിലേക്ക് ഇടുക കേട്ടോ. അപ്പം ജസ്റ്റ് ചൂടാവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നമ്മൾ ചേനയാണ് ആദ്യം ഇട്ടിട്ടുള്ളത്, കാരണം ചേനയ്ക്ക് അത്യാവശ്യം കുറച്ചൊരു വേവ് ഉണ്ടാവുമല്ലോ. അപ്പം അതിലേക്ക് നമ്മൾ ഉപ്പും ചേർത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ശേഷം ഉരുളക്കിഴങ്ങല്ലാത്ത ബാക്കിയുള്ള നമ്മൾ പച്ചക്കായും ക്യാരറ്റും പയറും മുരിങ്ങക്കായും ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ വെള്ളം ഒരു പച്ചക്കറി മുങ്ങിക്കിടക്കാനുള്ളൊരു നിലക്കുള്ള വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ, കാരണം വെന്തുടഞ്ഞ് പോകാൻ പാടില്ല. അപ്പം നല്ലോണം കുക്കാവും വേണം. അപ്പോൾ അതിനനുസരിച്ചുള്ള ജസ്റ്റ് വെള്ളം ഒഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മളത് അടച്ച് വെച്ചിട്ട് ഒന്ന് ലോലാക്കി വെക്കുന്നുണ്ട്. ഇടയ്ക്കൊന്ന് വന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരു ഹാഫ് വേവ് ആകുമ്പോൾ നമ്മളതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കണം കേട്ടോ. ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവാനായിട്ട് മാറ്റി വെക്കുക. അരപ്പിന് ആവശ്യമായിട്ട് നമ്മൾ തേങ്ങയും ഒരു പച്ചമുളകും കുറച്ച് ചെറിയ ജീരകവും ഒരു ചീരുള്ളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. 2 തണ്ട് കറിവേപ്പില നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ തൈരാണ് ആദ്യം ഒഴിക്കുന്നത്. ജസ്റ്റ് ഒന്ന് പച്ചക്കറി ഒന്ന് കുക്കായി വന്നാൽ ജസ്റ്റ് ഒരു 2 സ്പൂണ്, അല്ലെങ്കിൽ നമുക്കൊരു പുളിക്കനുസരിച്ച് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ, നമുക്ക് മനസ്സിലാവും. അപ്പം 1 സ്പൂൺ ഒരു 1.5 സ്പൂണൊക്കെ തൈര് മതി. ജസ്റ്റ് അതിലേക്കൊന്ന് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പം ഒന്ന് നന്നായിട്ടൊരു തിള വരുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച തേങ്ങ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മേലേക്ക് നമ്മൾ പച്ച വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്നിങ്ങനെ മേലെക്കൂടെ ഒന്ന് ഒഴിക്കുന്നുണ്ട്. അപ്പം ഇതാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത് കേട്ടോ. ഒന്ന് ഇളക്കൊന്നും വേണ്ട. അതിൻ്റെ ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.